അടുത്ത മാസം നിശ്ചയിച്ച വിവാഹത്തിനുള്ള ഒരുക്കത്തിലായിരുന്നു പുഞ്ചിരിമട്ടത്തെ മുഹമ്മദ് റാഫി. പൊട്ടിയിറങ്ങിയ മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടമായ മനുഷ്യരുടെ കൂട്ടത്തിൽ റാഫിയുമുണ്ട്. പുഞ്ചിരിമട്ടത്ത് നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്താണ് നിൽക്കുന്നത്. ഇവിടുന്ന് വീടൊഴിഞ്ഞു പോയവർ തിരികെ 9-ാം നാൾ തിരികെ അവരുടെ വീടുകളിലേക്ക് വരികയാണ്. അത് അതുപോലെ വീട് നിൽക്കുകയാണ്. പിന്നാണ് വീട്ടിലോട്ട് വരുന്നത്. പിന്നാണ് വരുന്നത്. ഇന്ന് വന്നപ്പോൾ കുറച്ച് സാധനങ്ങളുണ്ട് എന്ന് പറഞ്ഞ് എടുക്കാൻ പറ്റിയത്, അത് എടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. അപ്പോൾ എല്ലാതൊന്നും എടുക്കാൻ പറ്റൂല. പിന്നെ കുറച്ച് 1-2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നഷ്ടപ്പെട്ട് പോയിക്കണം. ഇങ്ങനെ കുറച്ച് പൈസ ഉണ്ടായിരുന്നു മോൻ്റെ കല്യാണത്തിന്, അതെല്ലാം പോയി. പിന്നെ എൻ്റെ ആങ്ങളെയും നാത്തൂനും അവരും എല്ലാം പോയി. ഇങ്ങനെ അപ്പോൾ ഞങ്ങൾക്ക് ചെറിയൊരു വാടക വീട് ഞങ്ങൾ അന്വേഷിച്ചിട്ടുണ്ട്, അത് കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ അവർ റെഡി ആയിട്ടാണ് ഇപ്പോൾ അവർ വിളിച്ചത്. അപ്പോൾ അതിലേക്ക് താമസം മാറിയത് നമ്മളിപ്പോൾ പൈസ ഉണ്ടായിരുന്നു. പൈസ ഉണ്ടായിരുന്നു, 2 ലക്ഷത്തോളം പൈസ ഉണ്ടായിരുന്നു. അപ്പോൾ സെപ്റ്റംബർ 8-ാം തീയതി കല്യാണം, മോൻ്റെ കല്യാണം. അപ്പോൾ ആ കല്യാണത്തിനേക്കുള്ള പൈസ ആയിരുന്നു ചെയ്യാൻ. നമുക്ക് കിട്ടാനുള്ളതാണെങ്കിലും ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അല്ല, പൊട്ടൽ ഇപ്പോൾ 2019 പൊട്ടിയിട്ടുണ്ട്. ഇതിൽ ഒഴുകി വരലുണ്ട് വന്ന് ഒക്കെ 2 വീട് പിന്നെ പൂർണ്ണ പോയിട്ടുണ്ട്. ആളാപായമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ സാധാരണ ഇപ്പോൾ ഞായറാഴ്ച, ഇപ്പോൾ ഈ പൊട്ടുന്നതിൻ്റെ ഞായറാഴ്ച രാത്രി പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയ അന്നാണ് ഞാൻ പുലർച്ചെ 2 മണിക്കാണ് പൊട്ടിയത്. അങ്ങനെ ഞാൻ പെട്ടെന്ന് എണീച്ച് സൗണ്ട് കേട്ടിട്ട്, ഇത് കുലുങ്ങുന്ന സൗണ്ട് കേട്ടിട്ട് അതിൽ എണീച്ച് മൂപ്പരും ഞാൻ ഉണ്ടായിട്ടുള്ളൂ. മൂപ്പരെയും വിളിച്ചു ഞാൻ, നമുക്ക് ഇവിടുന്ന് വേഗം പോവാന്ന് പറഞ്ഞ്. അങ്ങനെ എൻ്റെ ഉമ്മയും ഇപ്പം ഉണ്ടായിരുന്നു തറവാട്ടിൽ. ഇതാ ഈ വീടാണ്, ഈ വീട്. അപ്പോൾ അവരെയും പോയി വിളിച്ച്. പിന്നെ അനിയത്തിനെ ഞാൻ ഫോൺ ചെയ്ത് വിളിച്ച്, ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് പറഞ്ഞിട്ട്. അപ്പോൾ ആ അനിയത്തി ആങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ വണ്ടി പറഞ്ഞു വിടാൻ, അവരെവിടുന്ന് എങ്ങനെയെങ്കിലും വേഗം രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ വണ്ടി വന്നു. ഞങ്ങൾ ആ വണ്ടിയിൽ കയറിപ്പോയി. ഇവിടെ ആങ്ങളുണ്ടായിരുന്നു, ഇപ്പോൾ പോയി എന്ന് പറഞ്ഞില്ലേ, ആങ്ങളെയും നാത്തൂനും. അവർ കുറച്ച് താഴെയായിരുന്നു. അപ്പോൾ അവരെ വീട്ടിലേക്ക് ഞങ്ങൾ അവരെ വീട്ടിലിറങ്ങി. ഉമ്മയാണ് ഇപ്പാനി ചൂരൽമല ആങ്ങളുടെ വീട്ടിലേക്ക് അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ പിറ്റേന്ന് രാവിലെ ഇവിടെ വന്നു. ലേശം മഴ കുറവുണ്ടായപ്പോൾ ഞങ്ങൾ ഇവിടെ വന്ന് പിന്നെ 1-2 സാധനങ്ങൾ എടുത്ത്, ആധാർ എടുത്ത്, റേഷൻ കാർഡ് എടുത്ത്, ഗ്യാസ് ബുക്കും എടുത്ത്, മക്കളെ കുറച്ച് സർട്ടിഫിക്കറ്റും കാര്യങ്ങളും എല്ലൊന്നും കിട്ടിയില്ല. വീടിൻ്റെ രജിസ്റ്റർ അതൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പം കിട്ടിയത് കയ്യിലെടുത്തിട്ട് നല്ല കനത്ത മഴ ഉണ്ടപ്പോൾ വീണ്ടും അങ്ങോട്ട് തന്നെ പോയി. പിന്നെ അവിടെ തന്നെ ആയിരുന്നു ഞങ്ങൾ അന്ന് താമസിച്ചത്. രാത്രിയാണ് പിന്നെ പിറ്റേന്ന് പുലർച്ചെ 2 മണിക്കാണ് മൊത്തം പൊട്ടിപ്പോയത്. പിന്നെ ഇന്നാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ തിരിച്ചു വരുമ്പോൾ അവർ കാണുന്ന കാഴ്ച വലിയ സങ്കടമാണ്. ആയുഷ്കാലത്തിൻ്റെ ഈ പറയുന്ന പോലെ എല്ലാവിധ സമ്പാദ്യങ്ങളും ഇല്ലാതായി വീട് ഒക്കെ. ഇതാണിപ്പോൾ ഈ വീട്ടിലെ ഈ ഉമ്മയുടെ മകൻ്റെ കല്യാണമൊക്കെ അടുത്ത ദിവസങ്ങളിൽ നടക്കാനിരിക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെ ഉണ്ടാകുന്നത്. എന്ത് ചെയ്യണം എന്നറിയാത്ത വല്ലാത്തൊരു സന്നിഗ്ധാവസ്ഥ. ഈ മുണ്ടക്കയിലെയും പുഞ്ചിരിമട്ടത്തെയും ഒട്ടുമിക്ക എല്ലാ വീടുകളിലും, വീടെന്ന് പറയാൻ കഴിയില്ല, പണ്ട് നേരത്തെ വീടായിരുന്ന സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. ഇതായിരുന്നു വീട്. ഇത് മുഴുവൻ ചെളി കയറി നിറഞ്ഞ് ഇനി ഈ മേഖലയിലെ വീട് മാത്രമല്ല, സ്ഥലവും മൊത്തത്തിൽ ഉപയോഗശൂന്യമായി ഇരിക്കുന്ന ഒരു പറ്റം നിസ്സഹായമായ ജനതയെ നമ്മൾ ഈ ദിവസങ്ങളിൽ ഇവിടെ കാണുകയാണ്. കല്യാണം ആയിരുന്നു. ഇനിയിപ്പോൾ കല്യാണം ഇപ്പോൾ മാറ്റി വെക്കണം. എപ്പോഴായിരുന്നു? സെപ്റ്റംബർ 4-ന് നിക്കാഹ്, 7-ന് കൂട്ടിക്കൊണ്ടുവരിക എന്നുള്ള രീതി. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാണ്ട് ചെറിയ പരിപാടിയാക്കിയിട്ട് ഒറ്റ ദിവസം പോയിട്ട് കൂട്ടിക്കൊണ്ടുവരാം. അങ്ങനെയുള്ള എന്ത് ചോദിക്കാനാ. അപ്പോൾ അങ്ങനെ കല്യാണം, വിവാഹം, ഓരോരോ മംഗളകർമ്മങ്ങൾക്കൊക്കെ വരും ദിവസങ്ങളൊക്കെ ആയിരുന്നു. ഒന്നും നടന്നില്ല. ഒരുപാട് മരണങ്ങളുണ്ടായി. വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെട്ടു. അപ്പോൾ ഇതൊക്കെ സർക്കാർ സംവിധാനങ്ങൾ കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷ. ഉടൻ തന്നെ അവർക്ക് പരിഹാരം ഉണ്ടാകും എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. പുഞ്ചിരിമട്ടത്തു നിന്നും ക്യാമറമാൻ രാഹുൽ VS-നൊപ്പം ഹാഷ്മി താജ് ഇബ്രാഹിം, 24.